ഇങ്ങനൊരു എക്സ്പീരിയൻസിന് ഒരുപാട് കാലം ആഗ്രഹിച്ചതാണ്. ഇങ്ങനൊരു മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തിൽ അതുമായിട്ട് പോകണം എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഒരുപാട് കാലത്തായാണ്. അൽഹംദുലില്ലാഹ് തണുത്ത് പറക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, എന്തൊരു എക്സ്പീരിയൻസ് ആണ്, ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സ്കൈഡൈസിന്റെ കൂടെ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ടെങ്കിലും ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് ബുഖാറിയിൽ നിന്ന് ലഭിച്ചത്. ഈ ഒരു എക്സ്പീരിയൻസ് ഇനി എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല. ഒരുപാട് കാലത്തെ പൂതിയായിരുന്നു ഇങ്ങനെയൊക്കെ കളിക്കണം, മഞ്ഞ് ഇറങ്ങണം എന്നൊക്കെ ഉള്ളത്, മഞ്ഞ് പെയ്യുന്ന മഞ്ഞിലൂടെ ഓടണം എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഇനി എവിടെ നിന്ന് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. സഹോദരങ്ങളെ, കളിക്കുന്നതിന് മുമ്പ്, ചിരിക്കുന്നതിന് മുമ്പ് ഒന്ന് നമ്മളെല്ലാം ആലോചിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? റമദാൻ സ്വീകരിച്ചിട്ടുണ്ടോ? നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ? ഖുർആൻ പാരായണം സ്വീകരിച്ചിട്ടുണ്ടോ? എന്നിട്ട് മതി കളികളൊക്കെ, എന്നിട്ട് മതി ആഭാസങ്ങളൊക്കെ. ദീനിന് കളങ്കമുണ്ടാക്കരുത്, ദീനിന് ദുഷ്പേരുണ്ടാക്കരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. ഏതെങ്കിലും 4 അറബികൾ ബൈക്കിലൂടെ റൈസ് ചെയ്ത്, കാറിലൂടെ റൈസ് ചെയ്ത് കറങ്ങുന്നത് കാണുമ്പോ ഇങ്ങ് കേരളത്തിലുള്ള നമ്മൾക്കാരാത് ഫോളോ ചെയ്യാൻ സമ്മതം തന്നത്? ഈ ദീനിന് സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റുകൊടുക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെ, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. മരണത്തിലേക്ക് ശേഷമുള്ളൊരു ലോകമുണ്ട്, മഹ്ശറ വൻസഭയുണ്ട്. അതിലേക്ക് വേണ്ടി ആരാണ് ഒരുങ്ങുന്നത്? മഹ്ശറ വൻസഭയിൽ വിജയിക്കണമെന്ന് ആരാണ് മനസ്സിൽ കരുതുന്നത്? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസമാണ് അവിടെയുള്ളത്, ഒരൊറ്റൊരു ദിവസമാണ് അവിടെയുള്ളത്. പക്ഷേ ആ ദിവസത്തിന്റെ ദൈർഘ്യം 50,000 സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് അവിടെയുള്ളത്. ഇവിടെയുള്ള 2000 വർഷം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. 60 വർഷം ജീവിക്കുന്ന നമ്മൾ, അതിലെന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ ദിവസങ്ങൾ തള്ളി നീക്കുന്ന നമ്മൾ, അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുമ്പോ 50,000 വർഷം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ട ഒരു ദിവസം വരാനുണ്ട്. അവിടെ ആരാരും സഹായിക്കാനില്ലാതെ, മറ്റൊരാളുടെ സഹായമില്ലാതെ, മറ്റൊരാളുടെ ശുപാർശയില്ലാതെ സ്വന്തം അമാലുകൾ, ഞാൻ ചെയ്ത നന്മ ഞാൻ മാത്രമെന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. അല്ലാഹു പറയുകയാണല്ലോ പരിശുദ്ധമായ ഖുർആനിൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. ചങ്ങാതിമാരെ വേണ്ട, ചങ്ങാതിമാരെ വേണ്ട. കൂടെ കളിച്ച ചങ്ങാതിമാരെവിടെ? കാണുമ്പോൾ മുഖം തിരിഞ്ഞു നടക്കുകയാണ്. നീ കാരണമാണ് ഞാൻ വഴിപിഴച്ചത്, നീ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് എന്ന് ചങ്ങാതിമാരെ പരസ്പരം ആക്ഷേപിക്കുന്ന, പരസ്പരം ബ്ലെയിം ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. താലോലിച്ച് വളർത്തിയ ഉമ്മയെ വേണ്ട, ഉപ്പയെ വേണ്ട. ഉപ്പയെ ദുനിയാവിൽ തന്നെ വേണ്ട, മാതാപിതാക്കൾ ദുനിയാവിൽ തന്നെ വേണ്ടാത്ത കാലാണ്. എന്നാൽ ചങ്ങാതിമാരെ വേണമല്ലോ ദുനിയാവിൽ. മാതാപിതാക്കൾ ദുനിയാവിൽ തന്നെ സ്ഥാനം നൽകാത്ത കാലമാണ്. പക്ഷേ ചങ്ങാതിമാരെ വേണമല്ലോ. ഈ ചങ്ങാതിമാരെ വരെ നാളെ അവിടെ വേണ്ട. ആദ്യോടെ ചങ്ങാതിയെ കാണുമ്പോൾ നീ കാരണം ഞാൻ വഴിപിഴച്ചത്, ആദ്യോടെ ചങ്ങാതിയെ കാണുമ്പോഴാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. ചങ്ങാതിമാരിൽ നിന്നോടുന്ന കാലമാണത്, ഉമ്മമാരിൽ നിന്നോടുന്ന കാലമാണത്, ഉപ്പമാരിൽ നിന്നോടുന്ന കാലമാണത്, സഹോദരന്മാരിൽ നിന്നോടുന്ന കാലമാണത്, ഭാര്യമാരിൽ നിന്നോടുന്ന കാലമാണത്. എല്ലാ ആരൊക്കെയാണോ പരിചയമുള്ളത് അവരിൽ നിന്നൊക്കെ ഓടുന്ന കാലമാണത്.